Good morning, everyone. We are continuing our modal auxiliaries. In the last few classes, we were discussing modal auxiliaries. Yes, you remember that. And up to now, we have covered the modal auxiliaries: will, would, then shall, should, then can, could, then may, might, and must. Up to that, it's over. Our today's topic is need to and ought to, and we are dealing with some negatives also. Okay, so ready for that? And directly to the classes. So we are using the modal auxiliary need to express necessity. Where we are using that? To express necessity. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും തീർച്ചയായിട്ടും ചെയ്തിരിക്കണം എന്നുള്ള ചില കാര്യങ്ങൾ കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏത് മൊഡാൽ ഓക്സിലറി യൂസ് ചെയ്യുന്നത്? നീഡ് ടു എന്നുള്ള മൊഡാൽ ഓക്സിലറി യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ വൺസ് മോർ, വി ആർ യൂസിങ് ദ മൊഡാൽ ഓക്സിലറി നീഡ് ടു in order to express any necessities, compulsory things. Clear? For example, you can see that the sentence provided here is they need to improve their communication. Understood? They need to. That is, അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്താ പറയുക, ഇംപ്രൂവ് ചെയ്തേ മതിയാവുള്ളൂ. So, in order to show that necessity in the situation, we are using the modal auxiliary need to. Clear? Then coming to the next one, that is ought to. Ought to is the next one, and we are using this ought to while we are giving any advice to anyone, or if we are concluding any speeches, or we are summarizing anything, we use or we seek the help of the modal auxiliary ought to. മനസ്സിലായല്ലോ? അപ്പം ought to എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആർക്കെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ought to എന്നുള്ള മൊഡാൽ ഓക്സിലറി കൊടുക്കുന്നത്. അണ്ടർസ്റ്റുഡ്? കൂടാതെ ഏതെങ്കിലും ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രസ് ചെയ്യാനും വേണ്ടിയിട്ടും നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ought to എന്നുള്ള മൊഡാൽ ഓക്സിലറി യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? എളുപ്പമാണ്. നമ്മൾ വർക്കുകൾ ചെയ്യും, അത് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ജസ്റ്റ് ക്ലാസ്സുകൾ കേൾക്കുക, തരുന്ന ടാസ്കുകൾ ചെയ്യാം. ദാറ്റ്സ് ഇനഫ്. ആൻഡ് യു സെർച്ച് ഫോർ മോർ ആൻഡ് മോർ ടാസ്ക്. അണ്ടർസ്റ്റുഡ്? സോ ദ എക്സാമ്പിൾ പ്രൊവൈഡഡ് ഹിയർ ഇസ് ഐ ought to remove this diagram. I ought to remove this diagram. That is, you are concluding a statement. This diagram should be റിമൂവ്ഡ്. ഈ ഡയഗ്രാം റിമൂവ് ചെയ്യണം എന്നുള്ള ആ ഒരു കൺക്ലൂഡിങ് ആയിട്ടുള്ള കാര്യം പറയുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ought to എന്നുള്ള മൊഡാൽ ഓക്സിലറി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എല്ലാ മൊഡാൽ ഓക്സിലറീസും സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ എല്ലാത്തിലും ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് മേ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ക്യാൻ ആയിരിക്കുമോ അല്ലെങ്കിൽ വില്ലായിരിക്കുമോ എന്നുള്ള ചില സംശയങ്ങൾ നമുക്ക് തോന്നാം. പക്ഷേ സെൻറ്റൻസുകൾ നമ്മൾ ചെയ്ത് വന്ന് പ്രാക്ടീസ് ആയി വരുന്ന സമയത്ത് നമുക്കത് കൂടുതൽ ക്ലിയർ ആവും. മനസ്സിലായല്ലോ? റൂൾസ് മാത്രം കിട്ടിയിട്ട് നമുക്കൊരിക്കലും ഗ്രാമർ പോർഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. മറിച്ച് കൂടുതൽ പ്രാക്ടീസ്. അണ്ടർസ്റ്റുഡ് ദാറ്റ്? സോ need to and ought to. Once more, need to is used to express any necessity, and ought to is used to give any advice and in concluding statements also. Clear? അപ്പോൾ അതോടുകൂടി we are putting an end to the modal auxiliaries: will, would, shall, should, can, could, may, might, must, then need to and ought to. Understood? And tasks will be given on the basis of all these modal auxiliaries. So next we will pass on to the negatives. Negative meaning no, not, neither, nor, etc.
മനസ്സിലായല്ലോ. നോ അല്ലെങ്കിൽ നോട്ട് എന്നുള്ളതോ അല്ലെങ്കിൽ നീത്തർ എന്നുള്ളതോ നീത്തർ നോർ എന്നുള്ളതോ നോട്ട് ഓൺലി എന്നുള്ളതോ അങ്ങനെയൊക്കെയുള്ള യൂസ് ചെയ്യുന്ന സമയത്താണ് നോട്ട് ഓൺലി അതിൽ വരില്ല. ഈ പറഞ്ഞ അതായത് നോ നോട്ട് നീത്തർ നോർ അതൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു സെൻറ്റൻസ് നെഗറ്റീവാണെന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിൽ ഇത്തരം വേർഡ്സ് വരുന്ന സമയത്ത് ഇല്ല എന്ന് കാണിക്കുന്ന ചില വേർഡ്സ് വരുന്ന സമയത്ത് ആ സെൻറ്റൻസിനെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് പറയാം. സോ ഹിയർ വി ആർ യൂസിങ് ദാറ്റ് ഇൻ കേസ് ഓഫ് മൊഡാൽ ഓക്സിലറീസ്. ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ ചേഞ്ച് എ മൊഡാൽ ഓക്സിലറി ഇൻ ടു എ നെഗറ്റീവ് മൊഡാൽ ഓക്സിലറി. അണ്ടർസ്റ്റുഡ്? എ നെഗറ്റീവ് ഫോം ഓഫ് ദ മൊഡാൽ ഓക്സിലറി. ഒരു മൊഡാൽ ഓക്സിലറിയെ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ശരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി 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 ഈസി ബിക്കോസ് വി ഓൾ ആർ യൂസ്ഡ് ടു ദാറ്റ് ആൻഡ് വി ഓൾ നോ ദാറ്റ് ഹൗ ടു യൂസ് ദാറ്റ്. ബട്ട് ജസ്റ്റ് what to say, making you memorize that once more. നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ച് മറന്ന ഒരു കാര്യം ഒന്നുകൂടി ഒന്ന് പൊടി തട്ടി എടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അതിനെ ഒന്നുകൂടി ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ദാറ്റ്സ് ഓൾ. സോ യു നോ ദാറ്റ് ഓൾറെഡി. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് said that some small tips are given. And what are those tips? How can we change a modal auxiliary into a negative one? By adding not. അതാണ് ആ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. എന്താണ്? 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ദോസ് പോയിൻറ്റേഴ്സ് സേ യു ദാറ്റ് യു ക്യാൻ മേക്ക് എ മൊഡാൽ ഓക്സിലറി ഇൻ ടു എ നെഗറ്റീവ് വൺ. You can make a modal auxiliary into a negative one by adding not to that. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. ഒരു മൊഡാൽ ഓക്സിലറിയുടെ കൂടെ, അതായത് നമ്മൾ നേരത്തെ പഠിച്ച വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ് ടു, ഓട്ട് ടു അതിൻ്റെയൊക്കെ കൂടെ നോട്ട് എന്നുള്ള ഒരു നെഗറ്റീവ് ഫോം ചേർക്കുമ്പോൾ ആ മൊഡാൽ ഓക്സിലറി എന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് ഫോമായിട്ട് മാറുന്നു. അതറിയാവുന്ന കാര്യമാണല്ലോ. യെസ്. നെക്സ്റ്റ് ടിപ്പ് എന്താ പറയുന്നത്? ഇനി എവിടെയാണ് ഈ ഒരു മൊഡാൽ ഓക്സിലറിയും വേർബും യൂസ് ചെയ്യുമ്പോൾ നോട്ട് എവിടെയാണ് നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഓൺ ദി സ്ക്രീൻ യു ക്യാൻ സീ ദാറ്റ് ദ സെൻറ്റൻസ് സേസ് യു ദിസ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ മൊഡാൽ വേർബ് ആൻഡ് ദ മെയിൻ വേർബ്. ദിസ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ. ഈ ദിസ് എന്നുള്ളത് എന്താണ്? നോട്ട് എന്നുള്ള നെഗറ്റീവ്. ആ നോട്ട് എന്നുള്ള നെഗറ്റീവ് എവിടെയാണ് പ്ലേസ് ചെയ്യണമെന്ന് പറയുന്നത്? ഇൻ ബിറ്റ്വീൻ ദ മൊഡാൽ വേർബ് ആൻഡ് ദ മെയിൻ വേർബ്. മൊഡാൽ വേർബിൻ്റെതും മെയിൻ വേർബിൻ്റെതും ഇടയിൽ, മധ്യത്തിൽ, അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യേണ്ടത്? ഈ നെഗറ്റീവ് ഫോമായിട്ടുള്ള നോട്ട് എന്നുള്ളത് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഫോർ എക്സാമ്പിൾ, ഓൺ ദി സ്ക്രീൻ യു ക്യാൻ സീ ദാറ്റ് one example is given. 2 examples are given and the first sentence says you he will not come today. He will not come today. He is the noun, will is the modal verb, not is the negative, come is the main verb and today is the complementary, that is completing the sentence. So here what we are saying, what we have studied, that is the negative format is used in between the modal verb and the main verb. So in the given sentence you can see that not is placed in between will and come. will എന്നുള്ളതാണ് മൊഡാൽ വേർബ്, കം എന്നുള്ളത് മെയിൻ വേർബ്. അപ്പോൾ ആ 2 വേർബ്സിൻ്റെയും ബിറ്റ്വീനിലാണ്, അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ നോട്ട് എന്നുള്ള നെഗറ്റീവ് ഫോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സെൻറ്റൻസ് എന്തായി മാറി? ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറി. മനസ്സിലായല്ലോ? ഗോ ടു ദ സെക്കൻഡ് സെൻറ്റൻസ്. ദേ ഷുഡ് നോട്ട് ഡു ഇറ്റ് അഗെയിൻ. ദേ ഇസ് ദ നൗൺ, ഷുഡ് ഇസ് ദ മൊഡാൽ വേർബ്, നോട്ട് ഇസ് ദ നെഗറ്റീവ്, ഡു ഇസ് ദ മെയിൻ വേർബ്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ വീണ്ടും പറയുന്നു, നോട്ട് ഇസ് പ്ലേസ്ഡ് ഓർ നെഗറ്റീവ് ഇസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ മൊഡാൽ വേർബ് ആൻഡ് ദ മെയിൻ വേർബ്. മൊഡാൽ വേർബിൻ്റെതും മെയിൻ വേർബിൻ്റെതും മധ്യത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നെഗറ്റീവ് ഫോം യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് മൊഡാൽ ഓക്സിലറീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് ഫോംസിലേക്ക് മാറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് ഫോർ ദ എക്സാമിനേഷൻ, ചേഞ്ച് ഇൻ ടു എ നെഗറ്റീവ് ഫോം. ചേഞ്ച് ഇൻ ടു എ നെഗറ്റീവ് ഫോം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നോട്ട് വെച്ചിട്ട് അതിനെ ഫില്ല് ചെയ്യും. എവിടെയാണ് അപ്പം നോട്ട് വെക്കുക? ഈ ഒരു മൊഡാൽ വേർബിൻ്റെതും മെയിൻ വേർബിൻ്റെതും മധ്യത്തിൽ. അവിടെ നമ്മൾ
നെഗറ്റീവ് ഫോം വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സെൻറ്റൻസ് എന്തായി മാറി? പോസിറ്റീവായ സെൻറ്റൻസിന് നെഗറ്റീവ് മീനിങ് വന്നു. ഐ വിൽ കം ടുഡേ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഞാൻ ഇന്ന് വരും. ഐ വിൽ നോട്ട് കം ടുഡേ എന്ന് പറഞ്ഞാലോ ഞാൻ ഇന്ന് വരില്ല, നെഗറ്റീവായല്ലോ. ദാറ്റ് മച്ച് സിമ്പിൾ ഇറ്റ് ഈസ്. അണ്ടർസ്റ്റുഡ്? ഈസി അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് എക്സാമിനേഷൻ ഉണ്ടാവും. മൊഡാൽ ഓക്സിലറീസ് എന്തായാലും യു ക്യാൻ എക്സ്പെക്ട് 2 questions. ഓക്കെ, സോ ജസ്റ്റ് ഗോ ത്രൂ സം നെഗറ്റീവ് ഫോംസ്. ദാറ്റ് ഈസ് could. What is the negative form? Could not. Then will not. Shall not. Should not. Would not. We know that, yes? That is മൊഡാൽ ഓക്സിലറിയുടെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ ആ മൊഡാൽ ഓക്സിലറി എന്തായി മാറി? നെഗറ്റീവ് ഫോമിലുള്ളതായിട്ട് മാറി. ക്ലിയർ? കൺഫ്യൂഷനുള്ള വഴികളൊന്നുമില്ലേ? കാരണം എളുപ്പമാണ്. മൊഡാൽ ഓക്സിലറീസ് ആദ്യം നന്നായിട്ട് പഠിക്കുക ഏതൊക്കെയാണെന്ന്, അതിൻ്റെ യൂസേജ് പഠിക്കുക. അതിനുശേഷം നമ്മൾ നെഗറ്റീവിലേക്ക് വരിക. ആ നെഗറ്റീവിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മൊഡാൽ ഓക്സിലറിയുടെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ അത് നെഗറ്റീവ് ഫോമാറ്റായി മാറി. ക്ലിയർ? യെസ്. നൗ വിൽ പാസ് ഓൺ ടു സം other details. That also very simple, but normally we use this contracted forms or shortened forms only for informal language and സ്പോക്കൺ ലാംഗ്വേജ്. അത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞതാണ്. അതായത് നമ്മൾ ഈ ഷോർട്ട് ഫോംസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുഡ് നോട്ട്, നമ്മൾ റൈറ്റിങ്ങിൽ കുഡ് നോട്ട് എന്ന് തന്നെ എഴുതണം. In writing, we should write that completely. I could not attend the meeting. അവിടെ നമ്മൾ couldn't എന്ന് എഴുതാൻ പാടില്ല. In writing, especially in academic writing, you have to write the complete form. Whether it is modal auxiliary, whether it is negative form, you have to write the complete form. That is compulsory. മനസ്സിലായല്ലോ? അത് തീർച്ചയായിട്ടും എക്സാംസിന് വരുമ്പോൾ ഓർമ്മിക്കുക, കമ്പൽസറിയാണ് നമ്മൾ ഷോർട്ട് ഫോംസ് എഴുതാൻ പാടില്ല. അതേസമയം ഷോർട്ട് ഫോംസ് എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ ഹൗ ക്യാൻ യു റൈറ്റ് ദ ഷോർട്ട് ഫോം ഓഫ് കുഡ് നോട്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാം? കുഡിൻറ്റ്. കുഡ് നോട്ട് is the full form, and what is the contracted form or the shortened form? The shortened form is couldn't. Can plus not cannot, and the shortened form is can't. Could plus not could not, shortened form couldn't. Similarly all the other modal auxiliaries. Should plus not should not, shouldn't is the shortened form. Shall plus not shall not, and what is the contracted or shortened form? Shan't. How to write? SHAN apostrophe T. Shan't. Similarly will plus not will not. Want is the shortened form. Want. How to write want? WON apostrophe T. അത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ബാക്കി എല്ലാത്തിനും നമുക്ക് കറക്റ്റായിട്ട് ഷോർട്ട് ഫോംസും N apostrophe T ഇട്ടിട്ട് എഴുതാം. പക്ഷേ ഇവിടെ ഷാൽ നോട്ടിലും അതുപോലെ തന്നെ വിൽ നോട്ടിലും നമ്മൾ ഷാൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോം എഴുതുന്നത് ഷാൻഡ് എന്നാണ്, SHAN apostrophe T. വിൽ നോട്ടിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഷോർട്ട് ആൻഡ് ഫോം എഴുതുന്നത് വോണ്ട് എന്നാണ്, WON apostrophe T. Only that two are a little bit difficult to remember. അത് ജസ്റ്റ് അതിന് പ്രത്യേകമായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുക, അതിനൊന്ന് പ്രത്യേകം ഒന്ന് മൈൻഡിൽ ഒന്ന് ഫിക്സ് ചെയ്യുക. അപ്പോൾ അതും എളുപ്പമാവും. ബാക്കിയെല്ലാം വെരി ഈസിയാണ്. ദാറ്റ് ഈസ് could plus not could not, can plus not cannot. Similarly, should plus not shouldn't, then will plus not will not, and want. Would plus not would not or wouldn't. Once more I am saying, in academic writing you are supposed to write the complete form of the negative and the modal auxiliary. Clear? So with this we are putting an end to the whole class of modal auxiliaries. That is, first we have discussed need to and ought to. Need to is used to express necessity, and ought to is used to give some advice or in some concluding statements. Understood? നെസസിറ്റി എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ നീഡ് ടുവും അതുപോലെ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ought toവും യൂസ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ എന്താ പറഞ്ഞത്? നെഗറ്റീവ് ഫോംസ്.
Negative forms, two tips you have to remember. Any modal auxiliary can be converted into a negative form by adding not to it. While you are using that in a sentence, you should remember that the not is or the negative form not is placed in between the modal verb and the main verb. അത് ഓർമ്മിക്കുക. And normally we are using the contracted forms or the shortened forms only in informal language and in spoken language. Clear? So that's all for today's class, and you go through all these classes, modal auxiliaries once more, and some tasks will be provided that we'll deal with tomorrow, and you do that task, and in your own risk and in your own search, you can include this modal auxiliaries, more tasks for that. And I hope all of you understood this class, and if you have any queries, you please connect to me personally, and we'll be discussing the other details tomorrow. Have a nice day to all of you. Thank you.